ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഫിസിക്സ്, ജനറൽ സയൻസിൽ ഫിസിക്സ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പാസ്കൽസ് ലോ. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു തെറ്റ് പറ്റി പോകുന്നത് നമ്മൾ പറയണമെന്നുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റ് ഭാഗമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളത് ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അപ്പം നമ്മൾ അറിയാതെയാണ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ചില സെൻറ്റൻസുകളൊക്കെ. അപ്പോൾ അത് ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയണം. അപ്പോൾ മിക്ക വീഡിയോസിലും അങ്ങനത്തെ എല്ലാ വീഡിയോസിലൊന്നും അല്ല, ചില വീഡിയോസിലൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത്. അത് അങ്ങനെ പറയുന്ന ഒരു രീതി ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണമെന്നുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ചിലർക്കൊക്കെ താല്പര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ശരിക്കും റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം വെച്ചാൽ ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് പറയണത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലാണ്ട് ഒരിക്കലും അത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ കൂടി മനസ്സിലാവും എന്നുള്ളൊരു പ്രതീക്ഷയും നമുക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയണമെന്നുള്ളൂ. എന്തായാലും നല്ലൊരു ഉദ്ദേശം വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാവശ്യം മാത്രം പറഞ്ഞാൽ മനസ്സിലാവായിരിക്കും. ഒരുപാട് തവണ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പറയണമെന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാം നമ്മൾ പറയണ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എനിക്ക് ആവർത്തിച്ച് പറയുന്നത് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം അതെല്ലാം കൊണ്ടും ഗുണം ചെയ്യും എന്നാണ് ഞാൻ മൊത്തത്തിൽ ചിന്തിക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ടാണ് ആ രീതിക്കാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ദയവേതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാ വീഡിയോസിനെയും ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പം അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം. ജനറൽ സയൻസിൽ ഫിസിക്സ്. Pascal's law, developed by French mathematician Blaise Pascal, states that the pressure on a fluid is equal in all directions and in all parts of the container. As the liquid flows into the large container, as shown in figure 3.17, pressure pushes the liquid equally up into the tubes above the container. The liquid rises to the same level in all of the tubes, regardless of the shape or angle of the tube. The liquid rises to the same level in all of the tubes, regardless of the shape or angle of the tube. ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 3.7 പാസ്കൽസ് ലോ. ഫിഗർ 3.7 പാസ്കൽസ് ലോ. ABCD ജസ്റ്റ് നമ്മൾ ഒരു പേന കൊണ്ട് ടച്ച് ചെയ്ത് കാണിക്കുകയാണ്. ഫിഗർ 3.17 പാസ്കൽസ് ലോ. ABCD. ഫിഗർ 3.17 പാസ്കൽസ് ലോ. ABCD. അപ്പം ഈ ഫിഗർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിക്കുകയാണ്. ഫിഗർ 3.17 പാസ്കൽസ് ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. It is the pressure above any area in the earth atmosphere caused by the weight of air
Standard atmospheric pressure ATM is discussed in the following section. Air masses are affected by the general atmospheric pressure within the mass, creating areas of high and low pressure. As elevation increases, fewer air molecules are above. Therefore, atmospheric pressure decreases with increasing altitude. The following relationship is a first order approximation. Log 10 P5 minus H by 15,500. Log 10 P5 minus H by 15,500, where P is the pressure in pascals and H the height in meters. This shows that the pressure at an altitude of 31 km is about 10 minus 2 Pa equal 1000 Pa, or 1% of that at sea level. A column of air 1 square inch in cross section measured from sea level to the top of the atmosphere would weigh approximately 15.7 lbf. A1 m square column of air would weigh about 100 kN, where P is the pressure in pascals and H the height in meters. This shows that the pressure at an altitude of 31 km is about 10 minus 2 Pa equal 1000 Pa, or 1% of that at sea level. A column of air 1 square inch in cross section measured from sea level to the top of the atmosphere would weigh approximately 15.7 lbf. A1 m square column of air would weigh about 100 kN. അറ്റ്മോസ്ഫിയർക്ക് പ്രഷറാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. Archimedes principle. The second important principle of fluid statics was discovered by the Greek mathematician and philosopher Archimedes. The Archimedes principle states that the submerged body is subject to a buoyancy force that is equal to the weight of the fluid displaced by that body. This explains why a heavily laden ship floats. Its total weight exactly equals the weight of the water that it displaces, and this weight exerts the buoyant force supporting the ship. A point at which all forces producing the buoyant effect may be considered to act as the center of buoyancy and is the center of gravity of the displaced fluid. The center of buoyancy of a floating body is directly above its center of gravity. The greater the distance between these two, the more stable the body. The center of buoyancy of a floating body is directly above its center of gravity. The greater the distance between these two, the more stable the body. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയുന്നത് ബെർണൌലീസ് പ്രിൻസിപ്പിൾ. ബെർണൌലീസ് പ്രിൻസിപ്പിൾസ്. Bernoulli's principle. Bernoulli's principle states that as the speed of a moving fluid, liquid or gas increases, the pressure within that fluid decreases. Originally formulated in 1738 by Swiss mathematician and physicist Daniel Bernoulli, it states that the total energy in a steadily flowing
fluid system is constant along the flow path. An increase in the fluid speed must therefore be matched by a decrease in its pressure. Few of the applications of Bernoulli's principle are the following. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിളാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എൻ്റെ ദൈവം ക്ഷമിക്കുക. അപ്പം നമുക്ക് ചെറിയൊരു ടോപ്പിക്കാണ്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതും ചെറിയൊരു ടോപ്പിക് തന്നെയാണ്. ഒരു ഫിഗറൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഫിഗർ നമ്മൾ പറഞ്ഞിരുന്നു. ഫിഗർ 3.18 ഷേപ്പ് ഓഫ് എയർക്രാഫ്റ്റ് വിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ പറയാണ്. സൈഡിൽ ടോപ്പിക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ പറയാം. ലിഫ്റ്റ് ഓൺ ആൻ എയർക്രാഫ്റ്റ് വിങ്. ലിഫ്റ്റ് ഓൺ ആൻ എയർക്രാഫ്റ്റ് വിങ്. ലിഫ്റ്റ് ഓൺ ആൻ എയർക്രാഫ്റ്റ് വിങ്. The shape of the cross section of an aircraft wing is designed so that the velocity of the air above the wing is greater than that below it. A region of low pressure is therefore created above the wing so that the aircraft experiences an upward force as lift. Racing cars have inverted aerofoils so that the force is downwards, thus increasing the force between the car and the road. The shape of the cross section of the aircraft wing is designed so that the velocity of the air above the wing is greater than that below it. A region of low pressure is therefore created above the wing so that the aircraft experiences an upward force as lift. Racing cars have inverted aerofoils so that the force is downwards, thus increasing the force between the car and the road. അപ്പോൾ ഈ ഫിഗർ നോക്കാം. ഇനി അടുത്തത് ഫിഗർ 3.18 ഷേപ്പ് ഓഫ് എയർക്രാഫ്റ്റ് വിങ്. ഫിഗർ 3.18 ഷേപ്പ് ഓഫ് എയർക്രാഫ്റ്റ് വിങ്. ലിഫ്റ്റ് ലോ പ്രഷർ, ഹൈ പ്രഷർ, ഫോഴ്സ് ലോ പ്രഷർ. ലിഫ്റ്റ്, ലോ പ്രഷർ, ഹൈ പ്രഷർ, ഫോഴ്സ്, ലോ പ്രഷർ. ഫിഗർ 3.18 ഷേപ്പ് ഓഫ് എയർക്രാഫ്റ്റ് വിങ്. ലിഫ്റ്റ്, ലോ പ്രഷർ, ഹൈ പ്രഷർ, ഫോഴ്സ്, ലോ പ്രഷർ. അപ്പം ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുകയാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫിഗർ 3.18 ഷേപ്പ് ഓഫ് എയർക്രാഫ്റ്റ് വിങ്. ഇനി ബോക്സിലുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. ഡ്രിഫ്റ്റിംഗ് ഓഫ് എ സ്പിന്നിങ് ടെന്നീസ് ബോൾ. ഡ്രിഫ്റ്റിംഗ് ഓഫ് എ സ്പിന്നിങ് ടെന്നീസ് ബോൾ. The movement of a tennis ball in the air is a classic example. As the ball moves through the air, it will drag some of the air round with its spin. This will increase the velocity of the air on one side of the ball and increases it on the other, creating areas of low and high pressure. The ball therefore moves into the region of low pressure. This explanation will not apply to the spinning cricket ball, where the smoothnesses of different faces and the seam will all affect its motion. But drifting of a spinning ടെന്നീസ് ബോളാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സൈഡിലുള്ള ടോപ്പിക്ക് പറയാം. ശേഷം പമ്പാണ് വരുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ. നമുക്കത് പറയാം. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓർ ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ 1 atm is defined as 101.325 kilopascals kPa. See also standard temperature and pressure. This can also be stated as 29.92 in of mercury, 760 m of mercury, mmHg,
760 TOR 1013.25 millibars MBAR, 1.033 technical atmospheres. This standard pressure is a purely arbitrary representative value for pressure at sea level, and real atmospheric pressures vary from place to place and moment to moment everywhere in the world. Standard atmospheric pressure or the standard atmosphere 1 atm is defined as 101.325 kilopascals kPa. See also standard temperature and pressure. This can also be stated as 29.92 in of mercury, 760 mm of mercury, mmHg, 760 torr 1013.25 millibars MBAR, 1.033 technical atmospheres. The standard pressure is a purely arbitrary representative value for pressure at sea level, and real atmospheric pressures vary from place to place and moment to moment everywhere in the world. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഒരു എന്താ പറയാ, സി ഓൾസോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കേണ്ടതായിട്ട് വരും ടോപ്പിക്ക്. ഇതില് എന്താ പറയാ, സി ഓൾസോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രഷർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളത് പറഞ്ഞതായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു. അതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഈ ടോപ്പിക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പ്രഷർ എന്നുള്ളൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ടോപ്പിക്കിൻ്റെ കാര്യം. ചിലപ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ നോക്കിയിട്ട് അതങ്ങൾ നമുക്ക് കണ്ടെത്താനായില്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ കുറേ എന്താ പറയുക, ടോപ്പിക്ക് നമ്മൾ നോക്കി ടൈം പോയി എന്ന് പറയേണ്ടി വരും. അപ്പം അത് ദയവേത് ക്ഷമിക്കുക നമ്മൾ പറയണത് തെറ്റുണ്ടെങ്കിൽ. ഈ ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ സി ഓൾസോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതിൽ പ്രഷറാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമ്മൾ എന്തായാലും കിട്ടിയില്ല. എന്തായാലും കുറേ സെർച്ച് ചെയ്ത് എന്ന് തന്നെ പറയേണ്ടി വരും. സമയം ഒരു 10-15 മിനിറ്റോളം പോയി. വേറെ ഒന്നല്ല, ഈ ബുക്ക് അത്യാവശ്യം ഒരുപാട് ടോപ്പിക്സ് ഉള്ള ബുക്കാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം പോകും നോക്കി നമുക്കത് പറഞ്ഞു പോവാൻ. തൊട്ടരിയത്തും നല്ലത് കിടക്കണേന്ന് തോന്നുന്നു. അതിൽ പ്രഷർ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെന്നേലും ഇനി വേറെ ടോപ്പിക്കായിട്ട് ഈ ബുക്കിൽ കിടക്കണ്ടോ നമുക്കറിയില്ല. നമുക്ക് ഇതുപോലത്തെ ഒരു ബുക്കാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഒരുപാട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ടോപ്പിക്ക് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ അത് ചില ടോപ്പിക്കുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്
അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതിൽ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ദയവേത് ക്ഷമിക്കാം. ഞാനത് എടുത്തെടുത്ത് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് നല്ലൊരു രീതിയിലേക്ക് ആവില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. പിന്നെ CSET ആയതുകൊണ്ടാണ് നമ്മളത് എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുന്നത്. വെറുതെ അങ്ങ് നമ്മൾ പറഞ്ഞു പോയിട്ട് കാര്യവുമില്ല. പിന്നെ നമ്മൾ പറയണതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുക, തെറ്റായ കമൻസ് കാര്യങ്ങൾ ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യം എടുത്ത് പറയുന്നത് കേട്ടോ. നിങ്ങൾ അതൊന്നും ദയവേത് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പ്രഷർ എന്നുള്ളത് പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രഷറൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞില്ലെന്നുള്ളൂ. അപ്പം അതൊന്ന് നോക്കുക, കഴിഞ്ഞ വീഡിയോ. പിന്നെ നമ്മൾ ബുക്കിൽ പ്രിന്റ് ചെയ്ത അതേ രീതി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ നമ്മൾ പ്രഷർ എന്നുള്ള ടോപ്പിക്ക് എന്തായാലും ഞാൻ എന്താ പറയുക, സി ഓൾസോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നമുക്ക് എന്തായാലും കണ്ടെത്താനായില്ലല്ലോ. പ്രഷർ മാത്രമാണ് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പം അത് മാത്രമായിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്തേക്കാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടിയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. കാരണം ഇത് ടോട്ടലി അങ്ങ് പറയുമ്പോൾ അതായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഇത് ശരിയാവണമെന്നില്ല നമ്മൾ പറഞ്ഞേക്കണ ടോപ്പിക്ക്. ഇനി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിരിക്കും ഒരു സി ഓൾസോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തപ്പോൾ നമുക്കധികം കറക്റ്റ് തന്നെ നമുക്ക് ടോപ്പിക്ക് കിട്ടിയിരുന്നു അടുത്ത പേജിൽ തന്നെ. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും കിട്ടുന്നില്ല. പിന്നെ ഈ ബുക്കിൽ നമ്മളൊരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, സമയം ഒരുപാട് പോകും. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും നോക്കണ്ടായിട്ട് വരും. എന്നുവെച്ചാൽ എല്ലാ ടോപ്പിക്സും നമ്മളിരുന്ന് കറങ്ങി തിരിഞ്ഞു പോകും, അങ്ങനത്തെ അവസ്ഥയാണ്. ഒരുപാടുണ്ട് ടോപ്പിക്സുകൾ. അത് ഈ ബുക്ക് കയ്യിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ ദയവേത് മനസ്സിലാക്കാം. പിന്നെ ഇതും കൂടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ടോപ്പിക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സമയം കളഞ്ഞൊക്കെ നോക്കിയതും സംസാരിച്ചതും എല്ലാം. ഞാനിത് ഒരു ടോപ്പിക്കാന്ന് വെച്ചിട്ടാണ് നോക്കിയത്, പക്ഷെ എന്തോ നമുക്കറിയാവുന്നത് പറഞ്ഞു എന്തായാലും. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. നിങ്ങളെന്തായാലും ഇതൊന്നും കറക്റ്റായിട്ട് നോക്കണം എന്നുള്ളതും കൂടി പ്രത്യേകം പറയാണ്. സി ഓൾസോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുത്ത് പോയേക്കുന്ന ടോപ്പിക്ക് തന്നെ ആയിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇത്രേ പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കുറേ ടോപ്പിക്സുകൾ നോക്കിയെങ്കിലും അതിലത് കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ പിന്നെ പ്രഷർ ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിച്ച് അവസാനിപ്പിച്ചു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട് പ്രഷർ എന്നുള്ള ടോപ്പിക്ക്. അപ്പം അത്രേ ഉള്ളൂ പറയാൻ. നമ്മൾക്കിപ്പോൾ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ തന്നെ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാധാന്യം എടുത്ത് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ ഒരുപക്ഷെ ചോദിക്കാം CSETക്ക്. അപ്പോൾ നമുക്കതൊന്നും അറിയില്ല, ചോദിക്കാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റേതൊരു പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ സമയം കളഞ്ഞതെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ക്ലാസ് എടുത്ത് പോയേനെ. ഒരു ക്ലാസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമ്മളൊക്കെ ആവുന്ന രീതിയിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ടോപ്പിക്സുകളൊക്കെ. അപ്പോൾ നമ്മൾ നല്ല എക്സ്പ്ലനേഷനുള്ള ടോപ്പിക്സ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് തന്നെ ചോദിക്കാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യനും കൂടിയാണ്, നല്ല ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ എന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം കളഞ്ഞ് പറഞ്ഞത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ടോപ്പിക്കുകൾ ഞാൻ കൂടുതൽ പ്രാവശ്യം പറയും, അങ്ങനെ കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക ദയവായിട്ട്, അത്രേ ഉള്ളൂ. ഇതുപോലത്തെ ടോപ്പിക്സുകൾ ഇനിയും വരും എന്തായാലും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നോക്കി പോകേണ്ടതായിട്ട് വരും. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ എന്നുള്ളത്.
സി ഓൾസോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ളത്. ഇവിടെ ചിലപ്പോൾ നമ്മൾ എടുത്തു പോയ ടോപ്പിക്കൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കിലുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുപോലത്തെ ഒരു ടൈപ്പ് ബുക്ക് ആയതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പില്ലാതെ പോകുന്നത്. അത് ഈ ബുക്കിൻ്റെ ഒരു തെറ്റ് നമുക്ക് പറയാനാവില്ല. ഈ ബുക്കിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഒരുപാട് എന്താ പറയുക ടോപ്പിക്സുകളുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ല, അതുകൊണ്ടാണ് നമുക്കൊരു ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത്. ഞാൻ ഈ ടോപ്പിക്ക് പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്തായാലും എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട്. അപ്പോൾ ഏതായാലും ഇത് നമുക്കൊരു 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്തായാലും സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരിക്കൽ കൂടി പറയാണ്. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Standard atmospheric pressure or the standard atmosphere 1 atm is defined as 101.325. Standard atmospheric pressure or the standard atmosphere 1 atm is defined as 101.325 kilopascals kPa. See also standard temperature and pressure. This can also be stated as 29.92 in of mercury, 760 mm of mercury, mmHg 760 torr 1013.25 millibars, MBAR 1.033 technical atmospheres. This standard pressure is a purely arbitrary representative value for pressure at sea level, and real atmospheric pressures vary from place to place and moment to moment everywhere in the world. Standard atmospheric pressure or the standard atmosphere 1 atm is defined as 101.325 kilopascals kPa. See also standard temperature and pressure. See also standard temperature and pressure. This can also be stated as 29.92 in of mercury, 760 mm of mercury, mmHg 760 torr 1013.25 millibars, MBAR 1.033 technical atmospheres. This standard pressure is a purely arbitrary representative value for pressure at sea level, and real atmospheric pressures vary from place to place and moment to moment everywhere in the world. ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ കുറേ ടൈം പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ പ്രഷർ ഒരിക്കൽ കൂടി എന്തായാലും കാണിക്കാണ്. എന്തായാലും ഉപകാരപ്പെടും എന്തായാലും അത്. എന്തായാലും ഞാൻ പ്രഷർ ഒന്ന് വായിക്കാതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കുറച്ച് ഓവറായിപ്പോയി. അപ്പോൾ ഇത് വായിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. എനിക്ക് ചെറിയൊരു ഉറപ്പില്ലാത്തൊരവസ്ഥ തോന്നിയതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ജസ്റ്റ് കാണിച്ചു പോയത്. എന്തായാലും ഇത് പറയാം. ഇനിയിപ്പം ഈ നേരത്തെ പറഞ്ഞ ടോപ്പിക്കായിട്ട് ഇത് റിലേറ്റഡ് ആയാലും അല്ലെങ്കിലും നിങ്ങൾ പ്രഷർ എന്നുള്ള രീതിയിൽ, പ്രഷർ ആൻഡ് ഡെൻസിറ്റിയിൽ പ്രഷർ എന്നുള്ള രീതിയിലും ഓർത്ത് വെച്ചാൽ മതി. ഈ രീതിയിലുള്ള ടോപ്പിക്കായിട്ട് അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. Pressure is the force per unit area exerted by a liquid or gas on a body or surface with the force acting at right angles to the surface uniformly in all directions. The pressure units Nm-2 or Pascal Pa on a surface is given by pressure force at right angles to surface by area of contact. The unit atmosphere ATM is defined as a pressure of 1.03323 kg cm square, which in terms of the conventional mercury barometer corresponds to 760 mm of mercury. The unit kilopascal kPa is defined as a pressure of 0.0102 kg
cm square 0.145 lb in square. In compressible fluids, the fluid pressure below the surface of the fluid is given by the equation pressure P equal depth D multiply density R multiply G. Therefore, the pressure 10 m below the surface of water is approximately. Therefore, the pressure 10 m below the surface of water is approximately 10 multiply 1000 multiply 10 equal 105 Pa, which is roughly equal to that due to the Earth's atmosphere. In a compressible fluid, there will be change of density with height. The fluid pressure is given by the equation. Pressure P equal P0 E negative 0.116 H, where P0 is pressure at sea level and H is the height from sea level. ഇതാണ് പ്രഷർ വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനറൽ സയൻസ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെയൊക്കെ ഇതിൽ കൊടുക്കുമ്പോൾ സി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ രീതിയിൽ എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആണ് എന്ന് തന്നെ പറയാം. അപ്പം സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദയവേത് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ എല്ലാ കാര്യവും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഈ ടോപ്പിക്ക് എന്തായാലും പഠിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഈ ടോപ്പിക്കിൽ. ഇനി നമുക്ക് പറയാനുള്ളത് സിഫോൺ ബാരോമീറ്റർ ആണ്. സിഫോൺ barometer. A siphon barometer is the term sometimes applied to the simplest of mercury barometers, a continuous U-shaped tube of the same diameter throughout is sealed on one end and filled with mercury. When placed into the upright position, mercury will flow away from the sealed end, forming a vacuum until balanced by atmospheric pressure on the other end. The term siphon is used because the same principle of atmospheric pressure acting on a fluid is applied. The difference in height of the fluid between the two arms of the U-shaped tube is the same as the maximum intermediate height of a siphon. The difference in height of the fluid between the two arms of the U-shaped tube is the same as the maximum intermediate height of the siphon. When used to measure pressures other than atmospheric pressure, a siphon barometer is sometimes called a siphon gauge and not to be confused with a siphon rain gauge. Siphon pressure gauges are rarely used today. A siphon barometer is the term sometimes applied to the simplest of mercury barometers, a continuous U-shaped tube of the same diameter throughout is sealed on one end and filled with mercury. When placed into the upright position, mercury will flow away from the sealed end, forming a vacuum until balanced by atmospheric pressure on the other end. The term siphon is used because the same principle of atmospheric pressure acting on a fluid is applied. The difference in height of the fluid between the two arms of the U-shaped tube is the same as the
maximum intermediate height of a siphon when used to measure pressures other than atmospheric pressure. A siphon barometer is sometimes called a siphon gauge and not to be confused with a siphon rain gauge. Siphon pressure gauges are rarely used today. അപ്പോൾ സിംഫോൺ ബാരോമീറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പമ്പാണ് പറയാനുള്ളത്. പിന്നെ മഴയുണ്ട് നല്ല പോലെ. അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പമ്പ് പറയാം. പമ്പ്. The pump is a device that moves or compresses liquids and gases. Pumps are used in a variety of machines and other devices, including home heating systems, refrigerators, oil wells and water wells, and turbojet and car engines. The fluids, gases or liquids moved by pumps range from air for inflating bicycle tires to liquid sodium and liquid potassium for cooling nuclear reactors. The pump is a device that moves or compresses liquids and gases. Pumps are used in a variety of machines and other devices, including home heating systems, refrigerators, oil wells and water wells, and turbojet and car engines. The fluids, gases or liquids moved by pumps range from air for inflating bicycle tires to liquid sodium and liquid potassium for cooling nuclear reactors. Most pumps are made of steel, but some are made of glass or plastic. Gas pumps are also called compressors, fans or blowers. There are two major types of pumps, dynamic pumps and positive displacement pumps. Dynamic pumps maintaining a steady flow fluid. Positive displacement pumps, on the other hand, trap individual portions of fluid that are in an enclosed area before moving them along. There are two major types of pumps, dynamic pumps and positive displacement pumps. Dynamic pumps maintaining a steady flow of fluid. Positive displacement pumps, on the other hand, trap individual portions of fluid that are in an enclosed area before moving them along. അപ്പോൾ പമ്പ്സാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല മഴയുണ്ട്. മഴയുടെ നല്ല സൗണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ദയവേത് സഹകരിക്കണമെന്ന്. നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷനും കാര്യങ്ങളും ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. കോൺസെൻട്രേഷൻ എപ്പോഴും CCT എന്നുള്ള രീതിയിൽ വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യണ കാര്യമാണെങ്കിലും നമ്മൾ മിക്ക വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. അത് എൻ്റെ ഒരു താല്പര്യത്തിന് അങ്ങ് ചെയ്യണം എന്നുള്ളൂ. എന്നാലും എന്താ പറയുക, ഇങ്ങനെയുള്ള മഴ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. കാരണം സൗണ്ട് മഴയുടെ അത്യാവശ്യം എന്തായാലും എന്താ പറയുക വളരെ കാര്യരീതിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ക്ലാസ് എന്തായാലും നിർത്താം എന്ന് വെച്ചാൽ ശരിയാവില്ല. നമുക്ക് ഈ പമ്പാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം നമുക്ക് ഇനി അത് നോക്കാം. അപ്പം നമുക്ക് പറയാം ഹൈഡ്രോളിക്സ്. Hydraulics is an application of fluid mechanics to engineering devices involving liquids, usually water or oil. Hydraulics deals with such problems as the flow of fluids through pipes or in open channels, the design of storage dams, pumps and water turbines, and with other devices for the control or use of liquids such as nozzles, valves,
jets, and flow meters. Two of the most important applications of hydraulics are in the design of hydraulic act- actuators and the hydraulic presses. These are based on Pascal's law, which states that the pressure exerted on a liquid is the same in all directions. Hydraulics is an application of fluid mechanics to engineer devices involving liquids, usually water or oil. Hydraulics deals with such problems as the flow of fluids through pipes or in open channels, the design of storage dams, pumps and other turbines, and with other devices for the control or use of liquids such as nozzles, valves, jets, and flow meters. Two of the most important applications of hydraulics are in the design of hydraulic actuators and hydraulic presses. These are based on Pascal's law, which states that the pressure exerted on a liquid is the same in all directions because force equals pressure multiplied by area. Forces can be greatly amplified by having liquid enclosed between two movable pistons of different area. If, for instance, one piston has a unit area of 1 and the other a unit of 10, a unit force of 1 applied to the smaller piston corresponding to a pressure of 1 per unit area will result in a force of 10 per unit area on the larger piston. This mechanical advantage can be used in such hydraulic actuators as the brake in an automobile, where the relatively small force applied at the um, pedal is greatly multiplied to produce a large force at the brake shoe. The control flaps of aeroplanes are actuated by similar hydraulic systems. Hydraulic jacks and lifts are used for racing vehicles in service stations and for lifting heavy loads in the construction industry. Hydraulic presses, which were invented by the British engineer Joseph Bremer in 1796, are employed to shape, extrude, or stamp metals and to rest materials under high pressures. Units developing a force of more than 4 million kg have been developed for shaping whole aircraft sections. Hydraulics is an application of fluid mechanics to engineering devices involving liquids, usually water or oil. Hydraulics deals with such problems as the flow of fluids through pipes or in open channels, the design of storage dams, pumps, and water turbines, and with other devices for the control or use of liquid such as nozzles, valves, jets, and flow meters. Two of the most important applications of hydraulics are in the design of hydraulic actuators and hydraulic presses. These are based on Pascal's law, which states that the pressure exerted on a liquid is the same in all directions because force equals pressure multiplied by area. Forces can be greatly amplified by having liquid enclosed between two movable pistons of different area. If, for instance, one piston has a unit area of 1 and the other a unit area of 10, a unit force of 1 applied to the smaller piston corresponding to a pressure of 1 per unit area will result in a force of 10 per unit area on the larger piston. This mechanical advantage can be used in such hydraulic actuators as the brake in an automobile, where the relatively small force applied at the
pedal is greatly multiplied to produce a large force at the brake shoe. The control flaps of aeroplanes are actuated by similar hydraulic systems. Hydraulic jacks and lifts are used for racing vehicles in services stations and for lifting heavy loads in the construction industry. Hydraulic presses, which were invented by the British engineer Joseph Bremmy in 1796, are employed to shape, extrude, or stamp metals and to rest materials under high pressures. Units developing a force of more than 4 million kg have been developed for shaping whole aircraft sections. Hydraulic presses, which were invented by the British engineer Joseph Brem in 1796, are employed to shape, extrude, or stamp metals and to test materials under high pressures. Units developing a force of more than 4 million kg have been developed for shaping whole aircraft sections. Hydraulic presses, which were invented by the British engineer Joseph Bremmer in 1796, are employed to shape, extrude, or stamp metals and to test materials under high pressures. Units developing a force of more than 4 million kg have been developed for shaping whole aircraft sections. അപ്പം ഹൈഡ്രോളിക്സ് ആണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഫിഗർ 3.19 ഹൈഡ്രോളിക് ലിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതും കൂടി നോക്കണം. ഫിഗർ 3.19 ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഫിഗർ 3.9 ഹൈഡ്രോളിക് ലിഫ്റ്റ്. ലാർജ് പിസ്റ്റൺ ഫോഴ്സ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് മൂഡ് ഫോഴ്സ് സ്മോളർ സ്മോൾ പിസ്റ്റൺ ഡിസ്റ്റൻസ് മൂഡ് ഇൻകംപ്രസിബിൾ ലിക്വിഡ്. ജസ്റ്റ് നമ്മൾ പാന് ടച്ച് ചെയ്ത് പറയാണ്. ഫിഗർ 3.19 ഹൈഡ്രോളിക് ലിഫ്റ്റ്. ലാർജ് പിസ്റ്റൺ ഫോഴ്സ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് മൂഡ് ഫോഴ്സ് സ്മോളർ സ്മോൾ പിസ്റ്റൺ ഡിസ്റ്റൻസ് മൂഡ് ഇൻകംപ്രസിബിൾ ലിക്വിഡ്. ഫിഗർ 3.19 ഹൈഡ്രോളിക് ലിഫ്റ്റ്. ലാർജ് പിസ്റ്റൺ ഫോഴ്സ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് മൂഡ് ഫോഴ്സ് സ്മോളർ സ്മോൾ പിസ്റ്റൺ ഡിസ്റ്റൻസ് മൂഡ് ഇൻകംപ്രസിബിൾ ലിക്വിഡ്. ഫിഗർ 3.9 ഹൈഡ്രോളിക് ലിഫ്റ്റ് വീഡിയോയിലൊന്ന് കാണിക്കണം. അപ്പം ഇതൊന്ന് ദയവേത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സിലെ ടോപ്പിക് ഉണ്ട്, അത് നോക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് The hydraulic lift work on the principle that the effort required to move something is the product of the force and the distance the object is moved by using an incompressible fluid to transmit the force. The hydraulic lift allows a small force applied over a large distance to have the same effect as a large force applied over a small distance. In this way, a small hand pump may be used to lift an automobile. In order to fill the large cylinder under the car with fluid, however, the small pump must be operated many times. The hydraulic lift works on the principle that the effort required to move something is the product of the force and the distance the object is moved
by using an incompressible fluid to transmit the force. The hydraulic lift allows a small force applied over a large distance to have the same effect as a large force applied over a small distance. In this way, a small hand pump may be used to lift an automobile in order to fill the large cylinder under the car with fluid. However, the small pump must be operated many times. In this way, a small hand pump may be used to lift an automobile in order to fill the large cylinder under the car with fluid. However, the small pump must be operated many times. ഹൈഡ്രോളിക് ലിഫ്റ്റാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് വരെ പറഞ്ഞ് നമ്മൾ ഇനി മോളിക്കുലർ പ്രോപ്പർട്ടീസ്, ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്, ലാമിനാർ ആൻഡ് ടർബുലന്റ് മോഷൻസ്, റെയ്നോൾഡ് നമ്പർ RE, adhesion and cohesion, സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ദയവായി ക്ഷമിക്കാം, എയ്റോഡൈനാമിക്സ്, സ്കീൻഡ് സ്പ്രേ, കാർബ്യൂറേറ്റർ ആൻഡ് ബൺസൺ ബർണർ, മെക്കാനിക്സ് ഓഫ് മെക്കാനിക്സ് ഓഫ് അഡീഷൻ. നമ്മുടെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട് കേട്ടോ, ഈ രീതിയിലല്ല. മെക്കാനിസം ഓഫ് അഡ്ഹീസിയോൺ പ്രത്യേകതരം വേർഡ്സ് ആണ്, അതുകൊണ്ടാണ്. ദയവേത് നിങ്ങൾ ക്ഷമിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറയാണ്ടിരിക്കാനാവില്ല. അല്ലെങ്കിൽ എന്താ പറയുക, കമൻസ് കാര്യങ്ങൾ നമ്മൾ പരമാവധി അത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം മെക്കാനിസം ഓഫ് അഡ്ഹീസിയോൺ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിയിട്ടുണ്ട് ഞാൻ. അഡീഷൻ എന്തോന്ന് വായിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ദയവേത് ക്ഷമിക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും നിങ്ങളോട് പ്രത്യേകം ക്ഷമ ചോദിക്കണം. എന്തായാലും അല്ലെങ്കിൽ ശരിയാവില്ല, ആവർത്തിച്ച് തന്നെ പറയാണ്. ദയവേത് സഹകരിക്കുക. എന്തായാലും ഞാൻ പറയണതിൽ കാര്യമായ തെറ്റുണ്ടാവും. നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരിക്കലും പിന്നെ ചിന്തിക്കുന്നത് തെറ്റിപ്പോയല്ലോ എന്നുള്ളത്, പിന്നെ കാര്യം ഉണ്ടാവില്ല. ഈ ടോപ്പിക്സ് അഡ്ഹീസിയോൺ ആൻഡ് കൊഹീസിയൻ. ഇനിയും തെറ്റുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക, ഇത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ പറയാൻ. അപ്പം മെക്കാനിസം ഓഫ് അഡ്ഹീസിയോൺ, എ മെക്കാനിക്കൽ അഡ്ഹീസിയോൺ, ബി കെമിക്കൽ അഡ്ഹീസിയോൺ, സി ഡിസ്പേഴ്സീവ് അഡ്ഹീസിയോൺ. നമുക്ക് പറയുമ്പോൾ തന്നെ അങ്ങോട്ട് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എന്നാലും പിന്നെ അങ്ങ് പറഞ്ഞു പോകണമെന്നുള്ളൂ. പിന്നെ സ്റ്റാറ്റിക് അഡ്ഹീസിയോൺ, ഡിഫ്യൂസീവ് അഡ്ഹീസിയോൺ. അത്യാവശ്യം എന്താ വേർഡ്സൊക്കെ ഇത്തിരി എന്താ പറയുക, അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സും ഇത്തിരി ടഫ് വേർഡ്സൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്സ് എടുത്താണ് പറയുന്നത്. അപ്പം നമുക്കത് നിങ്ങൾ ദയവേത് എന്താ പറയുക, ക്ഷമിക്കണം എന്നേ നമുക്ക് പറയാനാവുള്ളൂ. കാരണം അത് ശരിക്കും ഈ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകണം എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ രീതിക്ക് തന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്നാലത് ശരിക്കും പറഞ്ഞാൽ CSCT ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം എന്തായാലും എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല സഹകരണം ഞാൻ ദയവായിട്ട് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. മെക്കാനിസം ഓഫ് കൊഹീസിയോൺ, ഡിഫ്യൂസിയോൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫ്യൂസിയോൺ ആൻഡ് സ്റ്റിയറിംഗ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, ടോപ്പിക്കുകളെല്ലാം. ഇതിലൊരു ഇപ്പം നമ്മുടെ ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെറൈറ്റിയും ടഫായിട്ടുള്ള വേർഡ്സുകളാണ് കുറേ ഭാഗത്തൊക്കെ വരുന്നത്. അത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ദയവായിട്ട്. എനിക്ക് തെറ്റ് പറ്റിയാലും നിങ്ങൾക്ക് തെറ്റ് പറ്റരുത്. അതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ
എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ടോപ്പിക്കുകളെല്ലാം പറഞ്ഞപ്പോൾ അതിൻ്റെതായ കാരണങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ദയവേത് ഓർക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം ദയവേത് ഒരിക്കൽ കൂടി പറയാണ്, സഹകരിക്കുക, അത്രയും പറയാനുള്ളൂ. കാരണം ആ മാതിരി രീതിയിലൊക്കെയാണ് ചിലതൊക്കെ നമ്മൾ പറയുന്നത്, അത് പറയാണ്ടിരിക്കാനാവില്ല. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റിനെ ക്ലാസ് എടുത്തപ്പോൾ ഇതിൽ പ്രിന്റിങ്ങിൽ കുറച്ച് കളർ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ അക്ഷരങ്ങളിൽ ഇത്തിരി കളറും കാര്യങ്ങളും ഇത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് പറയാനുള്ള സംഭവമൊന്നുമില്ല. എന്നാലും അതൊക്കെ ഒന്ന് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഫസ്റ്റ് തുടക്കത്തിലായിരുന്നു തോന്നുന്നു അങ്ങനെ വന്നേക്കുന്നത്. അത് കറക്റ്റ് അങ്ങനെ തെളിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് പറയാനൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ ബുക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഈ അക്ഷരങ്ങളെ കളർ പോകുമ്പോൾ പിന്നെ നമുക്കതൊരു കംഫർട്ടബിൾ അല്ലാത്തൊരവസ്ഥ വരും വായിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നമ്മൾ നേരിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. അപ്പം നല്ല മഴയുടെ സൗണ്ടൊക്കെ ഉണ്ട് ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ദയവേത് സഹകരിക്കണം എന്ന്. അതന്നെ നമുക്ക് പറയാനുള്ളൂ. നല്ല മഴയാണ്, കാര്യമായ മഴയാണ്, ഭയങ്കര സൗണ്ട് ആയിരിക്കുള്ളൂ വീഡിയോയിൽ. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. ഞാനപ്പോൾ നമ്മൾ മഴ നോക്കിയൊന്നും ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, ഒന്നും തീരില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പറഞ്ഞ് പോകുന്നത്. ഇനി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല, മഴ അവസാനിക്കും എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം മഴക്കാലമാണ്, അതുകൊണ്ട് മഴ എന്തായാലും ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ രാത്രിനെ എടുക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. നമുക്ക് മിക്ക ദിവസം ഇപ്പോൾ രാത്രി നമ്മൾ എടുക്കുന്നുണ്ട് വീഡിയോ. ഒരുപാട് വീഡിയോസ് നമ്മൾ രാത്രി അപ്ലോഡ് ചെയ്ത് രാത്രി നമ്മൾ എടുത്തിട്ട് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. നമുക്ക് വൈഫൈ മിറ്റൊക്കെ ഇല്ലാത്ത കാരണം കൊണ്ട് രാത്രി നമുക്ക് അപ്ലോഡ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. വീഡിയോസൊക്കെ രാത്രിയാണ് ചെയ്യുന്നത് ഭൂരിഭാഗവും. അപ്പോൾ പകൽ സമയം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല, കാരണം തിരക്കായി പോവും, അതുകൊണ്ട് പറ്റാറില്ല. എന്തായാലും ഈ ബുക്ക് നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് CCTV വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കണം എന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.